ഇവിടെ നിങ്ങൾ പ്രസംഗിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല. അതേമാതിരി പോസ്റ്ററിൽ ഞാൻ കണ്ടത് പൂർവിക മുജാഹിദ് പണ്ഡിതന്മാർ ആഘോഷിച്ചുവോ എന്നും ഒരു പോസ്റ്ററിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, ഞാൻ ഈ ജന്മദിനം ആഘോഷിക്കാൻ കണ്ടത് മുജാഹിദ് നേതാവിന്റെ കിതാബിൽ നിന്നാണ്. ഞാനിപ്പോ മൗലിദ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സാധാരണ മുഖാമുഖം പോലെ വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങൾ പറയണം. അതേപോലെ അത് ആഗ്രഹിക്കാണ്, പഠിക്കാനും വേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാവരും സംശയങ്ങളും ചോദിക്കണമൊക്കെ അതന്നെ. വല്ലാഹി സത്യം, വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ അംഗീകരിക്കുന്ന മുജാഹിദ് നേതാവ്, നിങ്ങൾ മാസികയിൽ എഴുതിയത് ഖുർആന് തുല്യം ആണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ വാക്ക് ഖുർആന് തുല്യമാണ്. ഇപ്പൊ നേരത്തെ ഈ എന്റെ മൗലവി സാഹിബ് വളരെ വെല്ലുവിളിച്ചു, ഈ വലിയ എത്ര ആഘോഷങ്ങളുണ്ട്, ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞു. അപ്പൊ മുജാഹിദുകൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അദ്ദേഹത്തിന്റെ ഇഖ്ലാഉ സിറാത്തുൽ മുസ്തഖീമിൽ നിങ്ങൾക്ക് കാണാം ഫതഅലീമുൽ മൗലിദി വത്തിഗാലുഹു മൗസിമൻ, വളരെ ആഘോഷം എന്നാണ് അതിന്റെ അർത്ഥം. ഫതഅലീമുൽ മൗലിദി വത്തിഗാലുഹു മൗസിമൻ ഖദ് യഫ്ലഹു ബഅ്ദുൻ നാസ് അജ്റുൻ അലീം. ആരെങ്കിലും റസൂലുള്ളാഹിന്റെ മൗലിദിൽ സന്തോഷിച്ച് ആഘോഷപൂർവ്വം ജന്മദിനം ആഘോഷിച്ചാൽ അജ്റുൻ അലീം എന്ന് ഞങ്ങളെ നേതാവല്ല, മുജാഹിദിന്റെ പൂർവിക നേതാവ് ഇബ്നു തൈമിയ ഖുർആന് തുല്യമാണ് ഇബ്നു തൈമിയുടെ വാക്ക്. എന്തേ ഈ ആഘോഷം പഠിപ്പിച്ചത്? മറുപടി പറയേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇബ്നു തൈമിയ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിൽ മൗലിദുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ അധ്യായം പൂർണ്ണമായും മജീദ് ഉൾക്കൊള്ളുമെങ്കിൽ, മജീദ് പറഞ്ഞത് എനിക്ക് ആ കിതാബ് എന്നാണ് എനിക്ക് മൗലിദ് ആഘോഷിക്കാൻ തെളിവിട്ടിരുന്നത്, അത് പൂർണ്ണമായും ഉൾക്കൊള്ളുമെങ്കിൽ ഇപ്പൊ വായിച്ച 1.5 വരി അതിന്റെ അർത്ഥം മാറ്റിയിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ വായിച്ചത് തന്നെ മജീദ് അർത്ഥം മാറ്റി. മജീദ് വായിച്ചെന്താണ്? ഖദ് യഫ്അലുഹു ബഅ്ദുൻ നാസ് വയകുനു ലഹു ഫീഹി അജ്റുൻ കബീർ. അവിടെ യകുനു ലഹു എന്നത് വിട്ടുപോയി, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഖദ് യഫ്അലുഹു ബഅ്ദുൻ നാസ് അർത്ഥം വെച്ചെന്താണ്? പ്രവാചക ജന്മദിനം ആരെങ്കിലും ആഘോഷിച്ചാൽ അവർ കൂലി കിട്ടുന്ന. ഖദ് യഫ്അലുഹു ബഅ്ദുൻ നാസി വയകുനു ലഹു ഫീഹി അജ്റുൻ അലീം എന്നതിന് എങ്ങനെയാണ് മജീദ് ആരെങ്കിലും ആഘോഷിച്ചാൽ കൂലി കിട്ടുന്ന അർത്ഥം കിട്ടിയത്? അതാദ്യം 12 ബാക്കി ഞാൻ വായിച്ചത്. ഞാൻ അജ്റുൻ കബീർ എന്നല്ല പറഞ്ഞത്, അത് നിങ്ങൾ കേട്ടോടത്ത് പോയവാ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമായി തന്നെയാ. ഫതഅലീമുൽ മൗലിദി വത്തിഗാസുഹു മൗസിമൻ ഖദ് യഫ്അലുഹു ബഅ്ദുൻ നാസ് വയകുനു ഫീഹി അജ്റുൻ അലീം. അർത്ഥം വെച്ചോളൂ, ഞങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അതായത് ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മൗലിദ് ആഘോഷപൂർവ്വം കഴിക്കുന്നുണ്ട്. വയകുനു ലഹു അലീം. മതി. നേരത്തെ പറഞ്ഞത് ആരെങ്കിലും ആഘോഷിച്ചാൽ, ഇപ്പൊ പറഞ്ഞ ചില ആളുകൾ. അതാണ് വ്യത്യാസം, അതാണ് വ്യത്യാസം. അവിടെയാണ് ഇബ്നു തൈമിയുടെ വാചകം നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയത്. ഇബ്നു തൈമിയ ആ അധ്യായത്തിൽ ഹെഡിങ് കൊടുത്തെന്നറിയോ? ബിദ്അഉൽ ഇബാദാത്ത് എന്നാണ്. ഇബാദത്തുകളിൽപ്പെട്ട ബിദ്അത്തുകൾ എന്ന അധ്യായമാണ്. ബിദ്അത്തായി വരുന്ന ഇബാദത്തുകൾ, അനാചാരമായ ഇബാദത്തുകൾ, അതാണ് ശൈഖുൽ ഇസ്ലാമിന്റെ ആ അധ്യായത്തിൽ തന്നെ ഹെഡിങ്. അതാണ്. എന്നിട്ട് ബിദ്അത്തായ കുറെ ഇബാദത്തുകൾ എണ്ണി പറഞ്ഞു. അതിൽ പറഞ്ഞു 1 ആശുറ, 2 അൽ മൗലിദുൻ നബവി. ശേഷം അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പറഞ്ഞു. പ്രവാചകരോ സ്വഹാബത്തോ താബിഈകളോ അത് ആഘോഷിച്ചിട്ടില്ല എന്നും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ചില ആളുകൾക്ക് ഇതിന് കൂലി കിട്ടും എന്ന് പറഞ്ഞു. അവിടെയാണ് മജീദ് അതിന് മുറിച്ചെടുത്തത്. ബിദ്അത്താണെന്ന് പറഞ്ഞു, പ്രവാചകൻ ആഘോഷിച്ചില്ല എന്ന് പറഞ്ഞു, സ്വഹാബത്തിന് പരിചയമില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല വലൗ കാന ഖൈറൻ മഹ്ദൻ, അത് വല്ല ഖൈറുമുള്ള കാര്യമായിരുന്നുവെങ്കിൽ ലഫഅലഹു സലഫ്, മുൻഗാമികൾ അത് ചെയ്യുമായിരുന്നു, പക്ഷെ ചെയ്തിട്ടില്ല. എന്നിട്ട് എങ്ങനെയാണ് നബിയെ സ്നേഹിക്കേണ്ടത് അതും പഠിപ്പിച്ചു. മുത്താബഅത്താണ്, ഇത്തിബാഅാണ് വേണ്ടത്. ശേഷം പറയാണ് എന്നാൽ അവിടെയാണ് പറഞ്ഞത് മൗലിദ് ആഘോഷം ഖദ് യഫ്അലുഹു ബഅ്ദുൻ നാസ്, ചില ആളുകൾ അത് ചെയ്യുന്നുണ്ട്. വയകുനു ലഹു ഫീഹി അജ്റുൻ അലീം, അവർക്കതിന് വമ്പിച്ച കൂലിയും കിട്ടും. എന്തിന് ലി മഹബ്ബത്തിഹി അന്നബിയി വതഅലീമിഹി, അവിടെ മഹബ്ബത്തും തഅലീമും ഉള്ളത് കൊണ്ട്. ലാ അലൽ ബിദ്അഇ, ഇത് തൊട്ടടുത്ത പേജിൽ. ലാ അലൽ ബിദ്അഇ, ഈ ബിദ്അത്തിന് അല്ല കൂലി, ബിദ്അത്തിന് കൂലി. പിന്നെ അവന്റെ മഹബ്ബത്തിന് കൂലിയുണ്ട്, ഈ ബിദ്അത്തിന് കൂലിയില്ല. അതെന്താ അങ്ങനെ വന്നു? ശേഷം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതിന് കാരണം പറഞ്ഞത്, ഇമാം അഹ്മദിനോട് ഒരാൾ ചോദിച്ചു, ഒരു ഭരണാധികാരി മുസ്ഹഫ് സ്വർണം കൊണ്ട് അലങ്കരിക്കുന്നുണ്ട്. ഇമാം അഹ്മദിന്റെ വീക്ഷണപ്രകാരം മുസ്ഹഫ് അലങ്കരിക്കൽ ഹറാമാണ്. പക്ഷെ ഇത് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അലങ്കരിച്ചോട്ടെ. കാരണം ഇമാം അഹ്മദ് പറഞ്ഞത് അതിന് ഇത് അനുവാദം കൊടുത്തില്ലെങ്കിൽ ആ പണം മറ്റ് തോന്നിവാസങ്ങൾക്ക് അയാൾ ചെലവഴിക്കുക, അതിനേക്കാൾ നല്ല രീതിയിൽ ചെലവാക്കിക്കോട്ടെ. ആ ഉദാഹരണം പറഞ്ഞിട്ടാണ് ശൈഖുൽ ഇസ്ലാം പറഞ്ഞത് എല്ലാവർക്കും കൂടിയിട്ടൊന്നല്ല, മൗലിദ് ആഘോഷിച്ച പുണ്യമാണ് എന്നല്ല, അത് സുന്നത്താണ് എന്നല്ല, മൗലിദ് ആഘോഷം ബിദ്അത്താണെന്ന് പറഞ്ഞു. ഹെഡിങ് അതാ ബിദ്അഉൽ ഇബാദാത്ത്. എന്നിട്ട് ഇബാദത്ത് അത് ബിദ്അത്തായ ഇബാദത്താണ് സ്ഥാപിച്ചു. നബിക്കും സ്വഹാബത്തിനും പരിചയമില്ല എന്ന് പറഞ്ഞു, പൂർവികന്മാർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, ബിദ്അത്താണ് എന്ന് പറഞ്ഞു. മാത്രമല്ല അത് മുദാഹാത്തും ബിൻ നസ്വാറ, നസ്വാറാക്കളോടുള്ള ക്രിസ്ത്യാനികളോടുള്ള തുല്യപ്പെടലാണ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. എന്നിട്ടാണ് പറഞ്ഞത് ചില മനുഷ്യന്മാർ കൂലുണ്ട്, ഓനോട് ഇതിന് ചോറ് കൊടുക്കാൻ പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഓ നേരെ ആ പൈസ കൊണ്ട് കള്ളുഷാപ്പ് പോകും.
അല്ലെങ്കിൽ സിനിമക്ക് പോകും, വിചരിക്കാൻ പോകും, ആ വക പണിക്കാവും പോകുക, ആ പൈസ കൊണ്ട് ഈ കുട്ടിയെ ചോറെടുത്തോളെ എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ കൊടുത്തോട്ടെ പോലെ അങ്ങനെ കുരുട്ടിക്കോട്ടെ എന്നാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്. അല്ലാന്ന് വാദം ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇവിടെ മൈക്ക് ഓഫ് ആക്കരുത്. ഇവിടെ കളവ് പ്രചരിപ്പിച്ചു, ഈ ഭാഗത്ത് തെറ്റിച്ച് വായിച്ചു. കള്ളുസാപ്പൊക്കെ സിനിമ കാണാനൊന്നും അതിലില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ ഭാഗത്ത് എവിടെ തെറ്റിച്ച് വായിച്ചത്? എന്നാ നിങ്ങൾ ഞാൻ ചില മനുഷ്യരൊന്നും പറഞ്ഞു ഈ നല്ല ഈ ഭാഗത്ത് ഞാൻ വായിച്ചു കേൾപ്പിച്ചരാ. നിങ്ങൾ മൈക്ക് ഓഫ് ആക്കുന്നത് എന്ന് പറഞ്ഞില്ലേ മഹബത്തിഹി നല്ല ഇബാറത്ത്, അത് നിങ്ങൾ കട്ട് വായിച്ചതാണ്. എന്താണ് ഇബാറത്ത്? പറയട്ടെ, അതായത് ചില മനുഷ്യന്മാര് നബിദിനം കഴിക്കും, കൊണ്ടാടും, ഞങ്ങളെ പോലെ തന്നെ. ഞങ്ങളെ ഉദ്ദേശം നല്ലതാണ്, അത് ഇനി നിസ്കരിച്ചാലും നല്ല ഉദ്ദേശം അല്ല കൂലിയിട്ടില്ല, അത് ഏത് വിഭാഗത്തിനും അങ്ങനെ തന്നെ. എന്നിട്ട് ഇത് അജുറുൻ അലീം, ഇത് വിദേഹത്ത് വലാലത്താണെങ്കിൽ അജുറുൻ അലി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കൂലില്ല കിട്ടാ, ദരക കിട്ടണ്ടേ? ഇവിടെ പറയുന്നു ചില ആളുകൾ, അതിൽപ്പെട്ടതാണ് ആ ചില ഞങ്ങളെ ഉദ്ദേശം നല്ലതോടുകൂടി നബിദിനം ആഘോഷിച്ചാൽ അജുറുൻ അലീം എന്ന് ഇബ്നു തൈമിയ്യ ഇല്ലാത്തത് അർത്ഥം വെക്കൂല. മൗലവി സാഹിബ് പറഞ്ഞത് ബിദഅത്തുൽ വലാലാണ്. ഇബ്നു തൈമിയ്യക്ക് 2 ബിദഅത്തുണ്ട്, നിങ്ങൾക്ക് ഒരു ബിദഅത്തേ ഉള്ളൂ. പക്ഷെ ഇബ്നു തൈമിയ്യ പറഞ്ഞത് ബിദഅത്ത് 2 സൈസ് ഉണ്ട്. ഒന്ന് ബിദഅത്തുൻ ഹസന, ആ ബിദഅത്തുൻ ഹസനക്കാണ് അജുറുൻ അലീം. അപ്പൊ ഇബ്നു തൈമിയ്യ പറഞ്ഞത് ബിദഅത്തുൽ വലാലത്താണെങ്കിൽ അജുറുൻ അലീം എന്ന് പറഞ്ഞാൽ അള്ളാനെ കളിയാക്കല, അള്ള കൂലിയല്ലേ കൊടുക്കല്. ആ വാചകം വായിക്കും, ബിദഅത്തുൽ ഹസനക്കാണ് കൂലി പറഞ്ഞ വാചകം വായിക്കും. ഇബ്നു തൈമിയ്യ പറഞ്ഞത്, ഇബ്നു തൈമിയ്യന്റെ ആ കിതാബില് ഇത് ബിദഅത്തുൽ ഹസനയാണ്, അതിനാണ് കൂലി എന്ന് പറഞ്ഞ വാചകം ഇപ്പൊ മജീദ് വായിച്ചാൽ മജീദ് പറഞ്ഞ പോലെ ചെയ്തത് കണ്ടു വായിക്കും. ഇവിടെ പറഞ്ഞത് അതിന് അജുറുൻ അലീം ബിദഅത്തുൽ ഹസന എവിടെ പറഞ്ഞത്? അതെവിടെ? അത് വായിക്കും, അത് വായിക്കും. പറഞ്ഞിട്ടില്ല, ഞാൻ മുണ്ടും ഇല്ലാത്ത പറയാ. അജുറുൻ അലീം എന്ന് പറയൂല. കിതാബിൽ കൂലി കിട്ടുമെന്ന് പറയണെങ്കിൽ നല്ല കാര്യത്തിനെ പറയുള്ളൂ. അത് ഏത് നാടിനും അറിയില്ല. അജുറുൻ അലീം എന്ന് പറഞ്ഞത് മോശമായ കാര്യത്തിനല്ല. ഇബ്നു തൈമിയ്യ അജുറുൻ അലീം എന്ന് പറയണമെങ്കിൽ അത് നല്ല തന്നെ. അതിന് കുറെ ലോകത്തില് ഗിന്നസ് ബുക്കിൽ പേരും ഡോക്ടറേറ്റ് നേടണ്ട. ഈ ഭാഗത്ത് നിൽക്കണ്ട, ഇല്ലാത്ത പറഞ്ഞിട്ട് ഇപ്പൊ സ്ഥാപിക്കാൻ നോക്കാം. അജുറുൻ അലീം പറഞ്ഞ അടുത്ത വാചകം എന്താ? ലാ അലൽ ബിദഈ എന്ന് പറഞ്ഞത് ബിദ്അത്തിന് അല്ല കൂലി. മജീദ് ഏയ് നമുക്ക് നോക്കട്ടെ. ഇബ്നു തൈമിയ്യ ഉടനെ പറഞ്ഞെന്താ? അവന്റെ ഹുസ്ന ഖസ്ദിനും തഅലീമിനുമാണ് കൂലി, അല്ലാതെ ലാ അലൽ ബിദഈ ബിദ്അത്തിന് അല്ല കൂലീന. നല്ല ബിദ്അത്ത് അതിന് കൂലി ഉണ്ട് അല്ല പറഞ്ഞത്, നല്ല ബിദ്അത്താണ് അതിന് കൂലിട്ടെന്നല്ല പറഞ്ഞത്. പിന്നെ അവന്റെ ഹുസ്നുൽ ഖസ്ദിനും തഅലീമിനുമാണ് കൂലി, ലാ അലൽ ബിദഈ ഈ ബിദ്അത്തിന് അല്ല കൂലി എന്നാ പറഞ്ഞത്. അതും എല്ലാവർക്കും ഉള്ളതുമല്ല. അതിനാണ് ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞത് ഇമാം അഹ്മദിന്റെ സംഭവം ശേഷം കൊടുത്തത്. ഇമാം അഹ്മദ് മുസ്ഹഫ് അലങ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളായിട്ടും ഒരു ഭരണാധികാരി അത് അലങ്കരിക്കാൻ ഓർഡർ ഇട്ടു എന്നറിഞ്ഞപ്പോൾ അയാൾ ചെയ്തോട്ടെ, കാരണം അല്ലെങ്കിൽ ആ പണം തെറ്റിലേക്ക് പോകും എന്ന ഉദാഹരണം പറഞ്ഞിട്ടാ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും നിയമമല്ല പറഞ്ഞത്. ബിദ്അത്തുൽ ഹസന എന്ന പ്രയോഗം ഇബ്നു തൈമിയ്യ അംഗീകരിച്ചിട്ടേ ഇല്ല. ഇബ്നു തൈമിയ്യ ഈ കിതാബിൽ എന്നല്ല ഒരു കിതാബിലും ബിദ്അത്തുൽ ഹസന അംഗീകരിച്ചിട്ടേ ഇല്ല. അത് നിങ്ങൾ ഇല്ലാത്തത് വായിച്ചതാ, ഇല്ലാത്തത് പറഞ്ഞതാ. അതുകൊണ്ട് ബിദ്അത്തുൽ ഹസനയാണ്, അതിന് കൂലിട്ടും എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടില്ല. മറിച്ച് ഇത് ബിദ്അത്താണ്, ഈ ബിദ്അത്തിന് കൂലി ഇല്ല എന്നാ പറഞ്ഞത്. അജ്റുൻ അലീം എന്ന് പറഞ്ഞ ഇബ്നു തൈമിയ്യ തന്നെ ഉടനെ പറഞ്ഞു അത് എന്തിനാ കൂലി? അവന്റെ ഹുസ്നുൽ ഖസ്ദിനും തഅലീമിനും ലാ അലൽ ബിദഈ ബിദ്അത്തിന് അല്ല കൂലി എന്നാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്. മാത്രമല്ല അധ്യായം എന്താ? ബിദ്ഉൽ ഇബാദാത്ത്, ഇബാദത്തിലെ ബിദ്അത്തുകൾ, അതാണ് അധ്യായം. എന്നിട്ട് തുടങ്ങുന്നത് തന്നെ എന്താണ്? ഇതില് ബിദ്അത്തായ ഓരോ സംഗതി പഠിപ്പിച്ച് അദ്ദേഹം ഉദാഹരണമായി പറയും. തുടങ്ങുന്ന ഇഹ്ദാസു അഅയാദിൻ വഹ്തിഫാലാത്തിൻ, അദ്ദേഹം ആരംഭിക്കുന്നത് അങ്ങനെയാ. ഇഹ്ദാസു അഅയാദിൻ വഹ്തിഫാലാത്തിൻ, സംഗമങ്ങൾ, അതേപോലെ ആഘോഷങ്ങൾ പുതുതായി ഉണ്ടാക്കൽ, അതാണ് തുടങ്ങുന്നത്. അല്ലാഹു റസൂലോ ശർആയി പഠിപ്പിച്ചിട്ടില്ലാത്ത. എന്നാൽ മറ്റു സമുദായങ്ങൾ ചെയ്തിട്ടുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളെയും പോലെ, ഔ ഫാരിസ വറൂം, അല്ലെങ്കിൽ പേർഷ്യക്കാർ റോമുകാരെയും പോലെ, ആശുറാ ദിവസം ഒരുമിച്ച് കൂടും പോലെ, വബിൽ മൗലിദിൻ നബവി, മൗലിദ് നബവിക്ക് ഒരുമിച്ച് കൂടും പോലെ. ഇതൊക്കെ ജൂതന്മാർ ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുണ്ട്, പേർഷ്യക്കാർ ചെയ്തിട്ടുണ്ട്, റോമക്കാർ ചെയ്തിട്ടുണ്ട്, അതുപോലുള്ളവർ ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്? ബിദ്അത്തായ ഇബാദത്തിന്റെ ഉദാഹരണമാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതിന് അദ്ദേഹം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇത് പറഞ്ഞിട്ടാ. ഇസ്രാ മിഅ്റാജിൽ ഒരുമിച്ച് കൂടും പോലെ, ശഅബാൻ പകുതിക്ക് ഒരുമിച്ച് കൂടും പോലെ, അള്ളാഹു ശർആക്കിയിട്ടില്ലാത്ത പുതിയ നമസ്കാരങ്ങൾ ഉണ്ടാക്കും പോലെ, നമസ്കാരം പോലെ, ചില പ്രത്യേക രാവിലും പ്രത്യേക പകലിലും പ്രത്യേകമായ ഇബാദത്തുകൾ ഉണ്ടാക്കും പോലെയും അവിടെ അങ്ങനെ ആരംഭിക്കുന്നത്. ഇതിനു ശേഷം അദ്ദേഹം പറഞ്ഞു പോയിട്ട് ഈ ഓരോന്നും വിശദീകരിച്ചു. ശേഷം മൗലിദിലേക്ക് എത്തി. അവിടെ അദ്ദേഹം പറയാം ചില മനുഷ്യന്മാർ പുതിയതായി ഉണ്ടാക്കിയതും ഇതിൽപ്പെട്ടതാ. അതെങ്ങനെ? എന്തിനുണ്ടാക്കിയത്? രണ്ട് നിലക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ക്രിസ്ത്യാനികളോട് തുല്യപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ചില മനുഷ്യന്മാർ. എന്തിന്? ഫീ മീലാദി ഈസാ അലൈഹിസ്സലാം, ഈസാ നബിയുടെ ജന്മദിനത്തിൽ ക്രിസ്ത്യാനികളോട് സാദൃശ്യപ്പെട്ടുകൊണ്ട്. അതിനകത്തോട് വിശദീകരിച്ചു. ശിയാക്കൾ തുടങ്ങിയത് അങ്ങനെയാണ്.
ചിലരോ ഇമ്മാ മഹബ്ബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലര് നബിയെ സ്നേഹിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ചെയ്യുന്നവരുമുണ്ട് എന്നൊരു പറയും. അല്ലാഹു ഖദ് യുസീബുഹും, അല്ലാഹു തആല പ്രതിഫലം നൽകും അവർക്ക് അലാ ഹാദിഹിൽ മഹബ്ബത്തി വൽ ഇജ്തിഹാദി, ഈ സ്നേഹത്തിനും ഈ പരിശ്രമത്തിനും ലാ അലൽ ബിദ്അഇ, ബിദ്അത്തിനല്ല കൂലി, ബിദ്അത്തിനല്ല കൂലി. അപ്പൊ ചില മനുഷ്യന്മാര് ക്രിസ്ത്യാനികളെ പോലെ ചെയ്തിട്ടുണ്ട്, അവർക്ക് എന്തായാലും കൂലില്ല. ചില സാധുക്കൾ നിങ്ങളെപ്പോലത്തെ വഴുതലും എഴുത്തിലും പെട്ടിട്ട് ഇത് സ്നേഹം വെച്ച് കൂടിയിട്ടുണ്ട്, പോലെ സ്നേഹത്തിന് പഠിച്ചോ ചിലപ്പോൾ കൂലി കൊടുക്കും. കഥ യൂസ് ചെയ്യുന്ന അത് ചിലപ്പോൾ കൂലി കൊടുക്കും. അതും എന്തിനല്ല, ലാ അലൽ ബിദ്അഇ, ബിദ്അത്തിനല്ല. ഉസ്താദുമാരെ വഴുതായിട്ട് സാധുക്കൾ ആയി പെട്ട് പൈസ കൊടുക്കുന്നുണ്ട്, അതേപോലെ വഴുതം കൊടുക്കുന്നുണ്ട്. അവർക്കൊരു പക്ഷേ അല്ലാഹു ആ മഹബത്തിന് കൂലി കൊടുത്തേക്കാം, ആ ബിദ്അത്തിന് കൂലില്ല. ഏതാ ബിദ്അത്ത്? അവിടെ പ്രത്യേകം പിന്നെ എടുത്ത് പറഞ്ഞു, മിൻ ഇത്തിഖാദി മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തെ ഈദാക്കുക എന്ന ബിദ്അത്തിനല്ല കൂലി. ആ ബിദ്അത്തിന് ഹസനത്താണെന്നല്ല. ബിദ്അത്ത് കണ്ടിട്ടുണ്ട്, ബിദ്അത്തിന് ഹസനയാണ്. നിങ്ങൾക്ക് ഒന്നേ ഉള്ളൂ, എല്ലായിടത്തും ബിദ്അത്ത് എങ്ങനെ കൂലി ലഭിച്ചത്? അതുകൊണ്ടാണ് ബിദ്അത്ത് ഉടനെ പറഞ്ഞത് ബിദ്അത്തിനല്ല കൂലി ഉള്ളത്. അപ്പൊ ബിദ്അത്ത് ഒന്നേ ഉള്ളത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു കേൾക്കണം, നിങ്ങൾ ആകെ 1.5 വരെ കേൾക്കലുണ്ടാവുള്ളൂ, ബാക്കി കേൾക്കാൻ ഇപ്പൊ ചാൻസ് ഇല്ലല്ലോ. നബി ജനിച്ചത് എന്നാണ് എന്ന് ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് താനും. മുൻഗാമികൾ ഇത് ചെയ്തിട്ടില്ല. അത് ഖൈറാണെങ്കിൽ അവർക്കൊരു തടസ്സവുമില്ല, ചെയ്യാവുന്ന എല്ലാ സാഹചര്യവും ഉണ്ട് താനും. എന്നിട്ടും അവരാരും ചെയ്തിട്ടില്ല. അത് നേരത്തെ പറഞ്ഞത് ഇത് കേവലം പുണ്യമുള്ള കാര്യമായിരുന്നുവെങ്കിൽ, ഔറാജിഹൻ അല്ലെങ്കിൽ പ്രബലപ്പെട്ട കാര്യമായിരുന്നുവെങ്കിൽ ലകാന സലഫു റളിയല്ലാഹു അൻഹും അഹഖു ബിഹി മിന്നാ, നമ്മളെക്കാളേറെ മുൻഗാമികളാണല്ലോ ഇത് ചെയ്യാൻ ഏറ്റവും യോഗ്യർ. അവർ ചെയ്തിട്ടില്ല. ഫഇന്നഹും കാനു അശദ്ദ മഹബ്ബതൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅലീമൻ ലഹു മിന്നാ, നമ്മെക്കാളേറെ നബിയെ സ്നേഹിച്ചവരും നബിയെ ബഹുമാനിച്ചവരും അവരാണല്ലോ. വഹും അലൽ ഖൈരി അഹ്റസ്, അവരാവട്ടെ നന്മക്ക് അങ്ങേയറ്റം താല്പര്യമുള്ളവരുമാണ്. എന്നിട്ടും അവരാരും ചെയ്തിട്ടില്ല. അപ്പൊ ബിദ്അത്താണ് സ്ഥാപിച്ചു. ഇത് ജൂതന്മാരെ പണിയാണെന്ന് പറഞ്ഞു, ക്രിസ്ത്യാനികളെ പണിയാണെന്ന് പറഞ്ഞു, അവരോട് തുല്യപ്പെട്ടുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് ഇസ്ലാമല്ല, ശറഅല്ല, അല്ലാഹു പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്ന 2 തരം ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. ചിലർ ക്രിസ്ത്യാനികളും ജൂതന്മാരും അതേ പാദം പറ്റിക്കൊണ്ട്, ചിലർ നബിയെ സ്നേഹിക്കലാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ആ സ്നേഹത്തിന് ഒരു പക്ഷെ അല്ലാഹു ചിലപ്പോൾ കൂലി കൊടുക്കും. കഥ യുസീബുഹും, ഉദാഹരണത്തിന് മുമ്പിൽ കഥ വന്നാൽ ചിലപ്പോൾ എന്നാണല്ലോ, കഥ യുസീബുഹും ചിലപ്പോൾ അല്ലാഹു കൂലി കൊടുക്കും. എന്തിന്? ആ മഹബ്ബത്തിന്, ലാ അലൽ ബിദ്അഇ, ബിദ്അത്തിനല്ല കൂലി. അപ്പൊ ബിദ്അത്ത് തന്നെയാണ്, അത് ദലാലത്ത് തന്നെയാണ്. അല്ലാതെ ബിദ്അത്തുൻ ഹസന എന്ന ഒന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഇബ്നു തൈമിയ്യ ബിദ്അത്തുൻ ഹസനയാണെന്ന് പറയുകയും അദ്ദേഹത്തിന് 2 ബിദ്അത്ത് എന്ന് പറയുകയും ആ ബിദ്അത്തുൻ ഹസന കൂലി എന്ന് പറയുകയും ചെയ്തു. അത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ വായിച്ചല്ല. ഇബ്നു തൈമിയ്യ ഈ കിതാബ് ആവണമെങ്കിൽ വേറെ കിതാബായാലും കുഴപ്പമില്ല. ഏത് കിതാബായാലും നൈൽ നദിക്ക് പാലം കെട്ടാൻ മാത്രം കിതാബ് എഴുതിയ മഹാപണ്ഡിതനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും കിതാബിന് ബിദ്അത്ത് 2 ഉണ്ട് എന്നും അതിൽ നല്ല ബിദ്അത്ത് ഉണ്ട് എന്നും അത് കൂലി കിട്ടുന്ന ബിദ്അത്താണ് എന്നും ഇബ്നു തൈമിയ്യ പറഞ്ഞൊരു വാചകം മജീദിന് നല്ല ഒരാൾക്കും കാണിക്കാൻ സാധ്യമല്ല. അപ്പൊ ഇനി അങ്ങനത്തെ കളവ് ഇങ്ങനെ വന്ന് പറയരുത് എന്ന് കൂടി സൂചിപ്പിക്കാം. കളവ് പറഞ്ഞത് ആ സാധു താടിക്കൊടുക്കണ മൗലവി ഇതുവരെ പറഞ്ഞതെന്താ അറിയോ, അങ്ങനെ ഒരു ആഘോഷം ഇല്ല എന്നാ. ഇപ്പൊ മുസ്ലിയാർ മൗലവി കൂടെ മൗലവി ഇപ്പൊ പറഞ്ഞതെന്താ അറിയോ, നല്ല ഉദ്ദേശത്തോട് കൂടി കൂലി കിട്ടുന്ന. ഇതുവരെ ആ സാധു പഠിപ്പിച്ചതേ പ്രസംഗിച്ച എന്താ നിങ്ങൾ, അങ്ങനെ ഒരു പരിപാടിയില്ല. അത് അജ്റുൻ അലീം എന്ന് പറഞ്ഞ് ഞങ്ങൾ നല്ല ഉദ്ദേശത്തോടെ വരെ ഇത് നിങ്ങൾക്ക് ഈ കിതാബൊന്നും പോകില്ല, ഈ ബാൽക്കും പോകില്ല, നിങ്ങൾ അംഗീകരിക്കുന്ന അതേ കിതാബില. ഞാൻ ചോദിച്ചു, നസ്രാനികൾക്ക് അജ്റുൻ അലീം കിട്ടുമോ, ജൂതന്മാർക്ക് കിട്ടുമോ അജ്റുൻ അലി? ഈ അജ്റുൻ അലി എന്ന് പറഞ്ഞാൽ അള്ള വലിയ കൂലി എടുക്കുന്ന നിങ്ങൾ വാദപ്രയാതം പേടി ആഹ്റ കൊടുത്തിട്ട് ഇവിടെ സാധാരണക്കാരെ മുജാഹിദീങ്ങളുണ്ട്. ഇന്ന അറിയുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾ പ്രസംഗവും ദുർവ്യാഖ്യാനം പറയും. ആഹ്റത്തിന്റെ കാര്യമാണ്, ഞാൻ മനസ്സാക്ഷിയോട് ചോദിക്കുകയാണ്. പിന്നെ നേരത്തെ ഖുർആന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഇതേ പഠിക്കാൻ വേണ്ടി 1 മിനിറ്റ് ശ്രമിക്കും. അതിൽ എന്താ ഇബ്നു തൈമിയ്യ പറഞ്ഞത്? ഖുർആനിൽ ചില ആളുകൾ എന്ത് ചെയ്തു, സ്വർണം കൊണ്ടൊക്കെ പൂശിക്കാണ്ട് ചട്ടുണ്ടാക്കി കൊടുക്കും. അപ്പൊ ഇങ്ങോട്ട് ഇബ്നു തൈമിയ്യ പറയാം അതിനെ എതിർക്കേണ്ട, കാരണം ഓന്റെ ഉദ്ദേശം നല്ലതാണ്. അത് ഇങ്ങോട്ട് വമീർ മടക്കി അനാവശ്യമായിട്ട് ഇന്ന് എത്ര പൈസ കളയുന്ന പല ആളുകളും സിനിമാ നടന്മാരെ കൊണ്ട് അനാവശ്യമായിട്ട്. അപ്പൊ നല്ല നിയ്യത്ത് വെച്ചിട്ട് മൗലിദി വത്തിഹാസു മൗസിമൻ ആഘോഷമായിട്ട് തന്നെ നബിന്റെ മൗലൂദ് ഉണ്ടാക്കിയാൽ അള്ളാഹു തആല എന്ത് ചെയ്യും, ചില മനുഷ്യന്മാർക്ക് കൂലി കൊടുക്കും. അത് നല്ല ആ ഉദ്ദേശത്തിലാണ് ഞാൻ പറയട്ടെ, മുജാഹിദീങ്ങളെ ഞങ്ങൾ മൗലൂദ് ഓതാൻ അടിച്ചേൽപ്പിക്കണില്ല. നിങ്ങൾ ഓതണമെങ്കിൽ ഓതിക്കോളി, പക്ഷെ ഓതുന്ന ആളുകളെ വിമർശിക്കാൻ പറ്റൂല. ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഈ ചോദ്യം ഇബ്നു തൈമിയ്യയുടെ മുജാഹിദ് പണ്ഡിതന്മാർ അങ്ങനെ ആ ലാപ്ടോപ്പ് ചോദിച്ചോണ്ട് അതിൽ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്, അവിടുത്തെ മുജാഹിദ് പണ്ഡിതന്മാർ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ പറഞ്ഞു എതിർക്കരുത്, ഇബ്നു തൈമിയ്യനെ എതിർക്കാൻ പറ്റൂല, ഇബ്നു തൈമിയ്യ വിവരമുള്ള പണ്ഡിതനാണ്. അപ്പൊ അതുകൊണ്ട് അജ്റുൻ അലീം എന്ന് പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടി മൗലിദ് കഴിച്ച, ഞങ്ങൾ പരിശീലി പറഞ്ഞാൽ നല്ല ഉദ്ദേശത്തോടു കൂടി മൗലിദ് കഴിച്ച കൂലി കൂടാ. സാധു ഒന്ന് മനസ്സിലാക്കട്ടെ, ആ മൗലവി ഇതേ പറഞ്ഞത് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നിങ്ങൾ കിതാബിൽ പറഞ്ഞു, ഒന്നും കൂടി പറയും നല്ല ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ കഴിച്ചത്. ആ അജ്റുൻ അലി നമ്മളെല്ലാവരും കൂടി നല്ല ഉദ്ദേശത്തോടെ ആനപിച്ചില്ല. സംഗതി കുറെ ചെല്ലിയിട്ട് അങ്ങോട്ട് പോകുന്നത്. മജീദൊക്കെ ചെല്ലുന്ന കൂട്ടത്തിൽ അന്ന് യാനേബിയിൽ അങ്ങേപ്പം ചെല്ലിയിട്ട് ഇത് ചെല്ലാ സംഗതി ആകെ കുടുങ്ങുന്ന ബോധ്യപ്പെട്ടപ്പോൾ അങ്ങോട്ട് പോകുന്നതാ. അപ്പൊ ആ പൂതി എടുക്കില്ല. പക്ഷെ ആ ചോദ്യം മനസ്സാക്ഷിയോട് ചോദിക്കാം. നീ ചെന്നിട്ട് ആ കിതാബ് നിർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ തലക്കുന്നത്. ഇബ്നു തൈമിയ്യ പറഞ്ഞ ആ കിതാബുണ്ടല്ലോ, അതിൽ ബിദ്അഉൽ ഇബാദാത്ത് എന്ന ഹെഡിങ് മുതൽ ഇങ്ങനെ വായിച്ചു നോക്കാം.
ഇപ്പൊ ഏതായാലും മജീദിന് സംഗതി മനസ്സിലായി, എഴുതിക്കൊണ്ട കുറിപ്പിന് അപ്പുറപ്പുറക്ക് വേറെന്തൊക്കെ ഉണ്ട്, അത് ഇവരുടെ അടുത്തുണ്ട്, അത് കാണാതെ പോകുന്നതല്ല. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും പറയണല്ലോ. അപ്പൊ കുറെ സാധുവും കുറെ സാധാരണക്കാരും ഒക്കെ പാടപ്പെട്ട് അവനാണ് സാധുത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കുന്നത്. അങ്ങനത്തെ ഒരു വാശിന്റെ ആവശ്യമില്ല. ഏതായാലും ഇബിൻ പറയാം എന്താന്നുള്ളത് മജീദിന് മനസ്സിലായിട്ടുണ്ട്, ഇവിടെ കൂടെ എല്ലാവർക്കും തിരിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞു ചില മനുഷ്യന്മാർ അതപ്പോൾ ആ ചില മനുഷ്യന്മാർ ആരാ? അതാ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്, കുറെ എതിർക്കണ്ടതല്ല പറഞ്ഞത്. അതിനാ ഇമാം അഹ്മദ് സംഭവം പറഞ്ഞത്. സ്വർണം കൊണ്ട് മുസ്താഫിനെ ചട്ടുണ്ടാക്കി പറഞ്ഞ് ചെയ്തോട്ടെ, കാരണം എന്താ ആ പണം അല്ലെങ്കിൽ തെറ്റിക്കാ കൊടുക്കുന്നത്. അപ്പൊ മജീദ് കള്ളഷാപ്പിൽ പോണ വൈക്ക് അവിടെ കണ്ടാൽ നമ്മൾ പറഞ്ഞു മജീദ് അവിടെ കൊടുക്കണ്ട, ആ പൈസ പടി വെട്ടി കിട്ടോ എന്ന് പറഞ്ഞാൽ എന്തോ അതാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്. അത് പറയാൻ പറ്റുമല്ലേ? അത് വിഷയം പറയാം. ഇബ്നു തൈമിയ്യ പറഞ്ഞതത്രേ ഉള്ളൂ. ഇന്നത്തെ മൗലിദിനാണെങ്കിൽ ഇബ്നു തൈമിയ്യ അതും പറയാം. ഇപ്പോഴുള്ള മങ്കൂസ് മൗലിദും ജാല മുഹമ്മദും ബർസഞ്ചും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇബ്നു തൈമിയ്യ അതിനേക്കാൾ നല്ല കള്ളഷാപ്പിക്ക് പോകാൻ നല്ല പോയിക്കോട്ടെ എന്നറിയാം. കാരണം അന്നതൊന്നുമില്ലല്ലോ. സുയൂത്തി വരെ ജീവിച്ച കാലത്ത് ഇതൊന്നുമില്ല. സുയൂത്തി ഇബ്നു തൈമിയ്യ 7-ാം നൂറ്റാണ്ടിലാണ്. സുയൂത്തി പിന്നെ 200 കൊല്ലം കഴിഞ്ഞിട്ട്. ആ സുയൂത്തി പോലും പറഞ്ഞ എന്താ മൗലിദ് എന്ന് പറഞ്ഞാൽ ആകെ എന്താണ്? അന്ന അഹ്മദ് മൗലിദ് ഇന്ദി ഹുവ ഇജ്തിമാഉൻ നാസി വഖിറാഅത്തു മാ തയസ്സറ ഖുർആനി വൽ അഖ്വാലിൽ വാരിദ ഫീ മബ്ദഇ അംരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയും എന്റെ മക്കൾ മൗലിദ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുക, ഖുർആൻ ഓതുക, ഹദീസ് പാരായണം ചെയ്യുക, ഭക്ഷണം കഴിച്ചു പിരിയുക. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, വേറെ ഒന്നും വർദ്ധിപ്പിക്കാതെ. അപ്പൊ അന്ന് വരെ അത്രേ ഉള്ളൂ. അപ്പൊ ഇബ്നു തൈമിയ്യ എഴുതുന്ന കാലത്തും അത്രേ. അന്ന് ബർസഞ്ച് ഇല്ല, മങ്കൂസും ഇല്ല, ഷറഫ്നാമും ഇല്ല, ബുർദില്ല, ഈ വക ഒരു വെറുതെ ഏർപ്പാടുമില്ല. അപ്പൊ അന്ന് ആകെ എന്തേ ഉണ്ടാവുള്ളൂ? ഒരുമിച്ച് കൂടി ഖുർആനോത്തോ വല്ല ഹദീസ് പാരായണോ അല്ലെങ്കിൽ ആ നിൽക്കുള്ള വല്ലതോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം മറ്റേ അങ്ങനെ എഴുതിയത്. ഇന്നാണ് ഇബ്നു തൈമിയ്യ അതും പറയുക. കാരണം എന്താ? ഇന്ന് ഈ പറഞ്ഞ രൂപത്തില് മൗലിദൂടെ പാടിപ്പോന്ന അല്ലാഹു റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കലും പച്ചയായ ശിർക്കും അതേപോലുള്ള കള്ളക്കഥകളും നുണകളും എല്ലാം അതിലുള്ളത്. അപ്പൊ അതിനേക്കാൾ നല്ല തന്നെയാണ് ഓനെ ഹറാമ് കൊടുത്തത് ശിർക്കല്ലേ, മറ്റേ ഹറാമല്ലേ, ഹറാമ് കൊടുക്കാൻ നല്ലത് എന്നേ ഇന്ന് നമ്മളൊക്കെ പറയുള്ളൂ. അത്ര അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അയ്മഞ്ഞ് പുറത്ത് എടുങ്ങാറായിക്കാൻ തൂങ്ങണമെന്നില്ല. ഇബ്നു തൈമിയ്യ ആ പറഞ്ഞത് ആ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ആ വകുപ്പാണ് നിങ്ങളെങ്കിൽ ഇത് നിവൃത്തില്ല. ഏതായാലും ഹറാമ് കൊടുക്കാൻ പോവുകയാണ്, എന്നാ ഞാൻ അങ്ങോട്ട് കൊടുത്തോളാം എന്നാണെങ്കിൽ അത് നിങ്ങൾ രാത്രി ചെന്നിട്ട് ആലോചിച്ചാൽ മതി, അത് പറയേണ്ടിണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഏതായിരുന്നാലും ഇബ്നു തൈമിയ്യ അന്ന് പറഞ്ഞത് അന്നത്തെ മൗലിദാണ്. അത് തന്നെ പറയാൻ പറ്റില്ല വേറെ വിഷയം. ഇന്നത്തെ മൗലിദാണെങ്കിലോ സുയൂത്തി പോലും അംഗീകരിക്കില്ല, ഇബ്നു തൈമിയ്യ അംഗീകരിക്കില്ല, ഒരാളും അംഗീകരിക്കുന്നില്ല, ഒരർത്ഥത്തിലില്ല. എന്ത് സൗദേശമായിട്ടും കാര്യമില്ല. കാരണം സുയൂത്തി പോലും പറഞ്ഞു ഗൈരി സിയാദത്തിൻ അലാ ദാലിക, ഖുർആൻ ഓതുക, ഹദീസ് പാരായണം ചെയ്യുക, ഭക്ഷണം കഴിച്ചു പിരിയുക. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, അതിൽ വേറെ ഒന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ നല്ല ബിദ്അത്ത് എന്ന് സുയൂത്തി പോലും പറഞ്ഞുള്ളൂ. അത് വർദ്ധിപ്പിച്ചാലോ അതുമില്ല എന്നർത്ഥം. വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ എന്ന കണ്ടീഷൻ വെച്ചിട്ട് സുയൂത്തി പോലും അംഗീകരിച്ചത്. കൂലി കിട്ടും എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബുകാരനാണ് സുയൂത്തി. അദ്ദേഹം പോലും പറഞ്ഞെന്താ ഖുർആൻ ഓതുക, ഹദീസ് പാരായണം ചെയ്യുക, ഭക്ഷണം കഴിച്ചു പിരിയുക, വേറെ ഒന്നും ഇല്ലെങ്കിൽ നല്ല ബിദ്അത്താണ്. അപ്പൊ അതിലും 200 കൊല്ലം മുമ്പ് ജീവിച്ച ആൾക്ക് ഏതായാലും അതിനപ്പുറത്താലോചിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇന്നത്തെ മൗലിദിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല, അതിന് പറഞ്ഞാലും വിഷയമല്ല. ഏതായിരുന്നാലും ഇബ്നു തൈമിയ്യ അതിശക്തമായി മൗലിദ് ബിദ്അത്താണ് എന്ന് പഠിപ്പിക്കുകയും ശരിയല്ല എന്ന് സ്ഥാപിക്കുകയും അത് ജൂത ക്രൈസ്തവരുടെ മാർഗമാണ് എന്ന് സ്ഥാപിക്കുകയും അവരോട് തുല്യപ്പെട്ടുകൊണ്ടാണ് ഉണ്ടായി വന്നിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്യുകയും അതിന്റെ ബിദ്അത്ത് സ്ഥാപിക്കുകയും ഇത് ശരിയല്ല എന്ന് പറയുകയും എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ട് പറഞ്ഞു. എന്ന 2 തരം ആളുകൾ ഈ രംഗത്തുണ്ട്. ചിലർ ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്യുന്നു, ചിലർ ഈ പറഞ്ഞ സൗദേശമായി ചെയ്യുന്നു. അവർക്കൊരു പക്ഷെ ഖദ് യുസീബുഹുമുല്ല, അല്ലാഹു ഒരു പക്ഷെ അവർക്ക് കൂലി കൊടുത്തേക്കാം. അതും എന്തിനല്ല? ബിദ്അത്തിനല്ല കൂലി കിട്ടുന്നത്. അപ്പൊ സംഗതി ബിദ്അത്തിനാണ്, അതിന് കൂലിയില്ല. അപ്പൊ പിന്നെ യാനബി ചെല്ലിട്ട് കാര്യമില്ല അർത്ഥം. അപ്പൊ യാനബി ചെല്ലിട്ട് കാര്യമില്ല, കാരണം അത് ബിദ്അത്തിനാണ്. സൗദേശത്തിൽ ചെല്ലിയാലും ദുരുദ്ദേശത്തിൽ ചെല്ലിയാലും ശരി, യാനബി ചെല്ലുക എന്ന ബിദ്അത്തിന് കൂലിയില്ല. അതാ ഇബ്നു തൈമിയ്യ പറഞ്ഞത്. അപ്പൊ അവിടെ തർക്കമില്ല. അത് ഒന്നുകൂടെ മനസ്സിലെത്തി ആത്മാർത്ഥ ഇപ്പൊ ഇവിടുന്ന് സമ്മതിക്കാൻ ബേജാറുണ്ടാവും, പ്രയാസം ഉണ്ടാവും, വേണ്ട ആവശ്യമില്ല. ചെന്ന് സ്വസ്ഥമായി ഇരുന്നിട്ടൊന്ന് വായിച്ചു, സംഗതി ശരിയാണല്ലോ. ഇത് ഉസ്താദ്മാർ കുറെ കാലങ്ങൾ കൊണ്ടുവരുന്നപ്പോ അതൊക്കെ ശരിയാ വിശ്വസിച്ചതിന് പിന്നാലെ നടന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അപ്പുറത്തിലെ എന്നൊന്ന് ആലോചിച്ചാൽ നല്ലതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മൗലവി അവർകളെ മൻ അഹദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിന്നു ഫൗറദ്. ഞാൻ അർത്ഥം വെച്ചിട്ടുണ്ട്. അതായത് ദീനിലില്ലാത്തത് തള്ളണമെന്ന് പഠിപ്പിച്ച ആളായി ഇബ്നു തൈമിയ്യ. ഞാൻ പറയുന്നു ദീനില്ലാത്ത നല്ല ഉദ്ദേശമല്ല, ഒരു ഉദ്ദേശം അള്ളാഹ് കൂലിയില്ല. ദീനിൽ പഠിപ്പിക്കാത്തത് ചെയ്യാൻ പറ്റൂല. ഞാൻ ഒരു അപ്പൊ ഇബ്നു തൈമിയ്യ അങ്ങനത്തെ പൊടങ്ങളമാരി ഇപ്പൊ നിങ്ങൾ ഖുർആൻ പറഞ്ഞ സക്കരിയ അടക്കം പോയി വിടുന്നു. അതപ്പോ ഉണ്ടായത്. അപ്പൊ ഇബ്നു തൈമിയ്യ അജ്റുൻ അലീം എന്ന് പറഞ്ഞ സംഗതി ദീനില്ലാത്തൊരു സംഗതിക്ക് അജ്റുൻ അലീം എന്ന് പറയില്ല. നിങ്ങളാണ് വീട്ടിൽ നിന്ന് മനസ്സിൽ ചിന്തിക്കേണ്ടത്. അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശത്തോട് ശരി ശരി പറഞ്ഞു പറഞ്ഞല്ലോ. ഇതല്ലേ ഉള്ളൂ, ഇതല്ലേ പറയാനുള്ളൂ. ഏതാ നൗഷാദ് പോയ പോക്ക് പോയിട്ടില്ല. നൗഷാദ് പോയാൽ പോക്കുണ്ടല്ലോ, ആ പോക്ക് പോയിട്ടില്ല. അത് മജീദിനും അറിയാം. ഒതുക്കിങ് മുഖാമുഖത്ത് നമ്മൾ ചോദിച്ചാൽ നൗഷാദ് ധൈര്യം അവിടെ വരാനുള്ളത്. പിന്നെ അവർക്കെന്നല്ല ഓലെ പരീക്ഷനെ വരും അപ്പൊ കേട്ടത്. അപ്പൊ ആ പോക്ക് ഏതായാലും സക്കരിയ പോയിട്ടില്ല. അദ്ദേഹം അക്കീദിന്നും ആദർശം തെറ്റിപ്പോയിട്ടില്ല. സംവിധാനം എങ്ങനെ വേണം വേണ്ട അവിടെ ചർച്ചുള്ളൂ. അല്ലാതെ ആദർശത്തിലോ അല്ലെങ്കിൽ സലഫിയത്തിലോ അക്കീദയോ മനഹജിലോ ഒരേ വ്യത്യാസമില്ല. നിലവെച്ച നൗഷാദ് പോയത് അങ്ങനെയല്ല. അത് അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് പോയി അപ്പുറം ചാടി ഇപ്പുറം ചാടി പിന്നെ അവസാനം എന്തൊക്കെ പറഞ്ഞിട്ട് വല്ല സീഡിയോ കേസറ്റൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനിയിപ്പോ ഏതായാലും ഫോട്ടോ ഒക്കെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ഏതായിരുന്നാലും ആ ഒന്നും വിളമ്പണ്ട. വിഷയവുമായി ബന്ധപ്പെട്ട വല്ലുകൂടി പറഞ്ഞു, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇത് ബിദ്അത്ത് തന്നെയാണ്. അത് ഇബ്നു തൈമിയ്യക്കും തർക്കമില്ല, നമുക്കും തർക്കമില്ല, ആർക്കും തർക്കമില്ല. ആ ബിദ്അത്തിനിട്ട് കൂലിയും കിട്ടൂല. ബിദ്അത്തിന് കൂലി കിട്ടുന്ന ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടില്ല. ബിദ്അത്തിന് കൂലി കിട്ടുമെന്ന് ഇബ്നു തൈമിയ്യയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കിട്ടിയിട്ട് അതിന്റെ പേരാണ് ആഘോഷിക്കണമെങ്കിൽ അത് വേഗം നിർത്തി തൗബ ചെയ്തിട്ട് മടങ്ങിക്കോ എന്നെ സൂചിപ്പിക്കാണോ. ഇതല്ലാത്ത വല്ലുകൂടി ചോദിച്ചോ അല്ലെങ്കിൽ അർത്ഥം കൊടുത്തോ.
ഇബ്നു തൈമിയെ കൊണ്ട് നിങ്ങൾ കുടുങ്ങി. വേറെ പണ്ഡിതൻ കേട്ടോളൂ. ആരാണ്? ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ഷാഫി ഇമാമിന്റെ ശിഷ്യനായ പണ്ഡിതൻ പറയുന്നു, കേട്ടോളൂ. അതേ ജന്മദിനം ഒരു 1000 ഇമാമല്ല ഞാൻ പറഞ്ഞു പറയും ജന്മദിനാഘോഷം. ആ സാധു മൗലവി മനസ്സിലാക്കട്ടെ, ആഘോഷിക്കാൻ പാടില്ല. കേട്ടോളൂ. ആരാണ് പറഞ്ഞത്? കിതാബൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടോളൂ. കാലൽ ഉലമാഉ ശരീൻ ഉലിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റബീഉൽ അവ്വലി യൗമൽ ഇസ്നൈനി ബിലാ ഖിലാഫിൻ വദാലിക ബിമക്ക. എന്നിട്ട് പറയുന്നു വഹുവൽ മക്കാനുൽ ലദീ യജ്തമു ഫീഹി അഹ്ലുൽ മക്ക ലൈലത്തുൽ മൗലിദി സിരിൽ കലിമത്തു മുസ്തദീൻ വഊതിയ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തു മിനൽ മുഅ്മിനീൻ. അതായത് ഇബ്നു പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ സമയത്ത് മൗലിദ് ആഘോഷം വലിയ പുണ്യമാണെന്ന് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ശിഷ്യനായ ഇമാം പറയുന്നു. അങ്ങനെ ആയിരക്കണക്കിന്. ഇബ്നു തൈമിയ പറഞ്ഞു അജ്റുൻ അലീം. ഇനി രണ്ടാമത്തെ പണ്ഡിതൻ ഇബ്നു ഹഖർ റളിയല്ലാഹു അൻഹു പറയുന്നു അജ്റുൻ അലീം വലിയ കൂലിയുണ്ട്. മക്കയിലെ അഹ്ലുകാർ റസൂലുള്ളാഹി ജനിച്ച ആ ദിവസം നോക്കിയിട്ട് മക്കയിലെ അഹ്ലുകാർ ചെയ്യുന്നുണ്ട്. ഷാഫി ഇമാമിൽപ്പെട്ട അറിയപ്പെടുന്ന പണ്ഡിതൻ പറഞ്ഞു. ഇനി കിതാബ് ചോദിച്ചോ പറഞ്ഞുതരാം. കിതാബ് ചോദിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഇവിടെ അറിയാൻ മതി. നമ്മൾ കുറച്ച് കാര്യത്തെ പറ്റി നടക്കണേ. ഷാഫി ഇമാമിന്റെ ശിഷ്യൻ ഒരിക്കൽ പറയാം, പിന്നെ ഷാഫി ഇമാമിൽ പെട്ടൊരു പണ്ഡിതൻ അറിയാം, പിന്നെ ഷാഫി മദബിൽപ്പെട്ട പണ്ഡിതൻ അറിയാം. അത് ഏതാ അത് ഉറപ്പിക്കും. ആ മൂന്നും പറഞ്ഞത് അത് ഏതാ ഉറപ്പിച്ച ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഷാഫി ഇമാമിന്റെ ശിഷ്യനാണോ പറഞ്ഞത്, ഷാഫി മദബിൽ പെട്ടാണോ പറഞ്ഞത്, രണ്ടാലൊന്നും ഉറപ്പിക്കും. മൗലവി 5 3 8 വ്യത്യാസം എന്നതുപോലെ ഷാഫി ഇമാമിന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാലും ഷാഫി മദബിൽപ്പെട്ട പണ്ഡിതൻ പറഞ്ഞാലും അത് ഒന്നാണ്. കേട്ടോളൂ, ഞാൻ പറഞ്ഞുതരാം. ഈ ബഹുമാനപ്പെട്ട ആളെ പറയണ്ട. ഈ രണ്ടിലേതാ പറഞ്ഞാൽ മതി. ആളെ ഞാൻ പറഞ്ഞു. ഷാഫി മദ്ഹബിൽപ്പെട്ട പ്രഗൽഭ പണ്ഡിതൻ ആരാണ്? മുഹമ്മദ് ഉമർ ബിൻ ബക്കരി റളിയല്ലാഹു അൻഹു പറയുന്നു മൗലിദ് ആഘോഷിക്കണം ജന്മദിനം. അങ്ങനെ എത്ര പറഞ്ഞു. അതിനേക്കാളും ഞാൻ സുയൂത്തി തന്നില്ലേ, അതിനേക്കാളും വല്ല ഷാഫി പെട്ട ആൾ സുയൂത്തി ഞാൻ പറഞ്ഞില്ലേ. ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? അത് വെച്ചാൽ ഷാഫി ഇമാമിന്റെ ശിഷ്യൻ പറഞ്ഞിട്ടുണ്ടോ? അതാ കണ്ടി ഇല്ല. ഹിജ്റ 500 മുമ്പ് ലോകത്ത് രചിക്കപ്പെട്ട ഒരൊറ്റ കിതാബിൽ നബിദിനാഘോഷത്തെ പറ്റി പരാമർശമേ ഇല്ല. ഹിജ്റ 500 മുമ്പ്. ഇമാം ഷാഫിഈ ജനിച്ചത് ഹിജ്റ 150, മരിച്ചത് 204. ജനിച്ചത് 150, മരിച്ചത് 204. ആ ഇമാം ഷാഫിയുടെ ശിഷ്യൻ പറഞ്ഞിട്ടില്ലാതെ മജീദിനെ അറിയാം. അതുകൊണ്ടാണ് ഇത് ഇമാം ഷാഫി ഇമാമിൽ പെട്ട ഒരു പണ്ഡിതൻ, ഒരു ഇമാം ഇതൊക്കെ വാല് പൊതിച്ചും പറയാൻ മജീദ് എടുക്കാന്നുള്ളതൊക്കെ ആ പണി നിർത്തിക്കാള്. അപ്പൊ എന്നിട്ട് അവസാനം ഒപ്പിച്ചെന്താ? ഷാഫി മതി പെട്ട ഒരാൾ പറഞ്ഞാലും ഷാഫി മതി ശിഷ്യൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എന്തിനത്ര പറഞ്ഞു മൂക്കുടിക്കണത്? ആളെ പേര് ആദ്യം പറഞ്ഞ പോലെ. അതിനേക്കാളും വലിയ ശൈഖന്മാർ ഷാഫി മതബിൽ ഞങ്ങൾക്ക് പറഞ്ഞാൽ വേണമെങ്കിൽ ഇതിനേക്കാളും വലിയ ശൈഖന്മാര് ഷാഫി മതബിൽപ്പെട്ടവര് പറഞ്ഞത് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. അതല്ല ഇവിടെ കിട്ടേണ്ടത്. ഈ ഷാഫി മതബിൽപ്പെട്ട ആള് ഇത് വാജിബാന്ന് വിചാരിക്കുന്ന വാജിബാവോ? ഷാഫി മതബിൽപ്പെട്ട ആള് പറയാം അത് ഫർളാണ്, അവിടെ ഫർളാവോ? നമ്മളെല്ലാം പറയുന്നത് വാജിബാവോ? ഇല്ലല്ലോ. ചോദിക്കാൻ മാത്രമല്ല ചിത്രങ്ങൾക്ക്. അപ്പൊ ഷാഫി ഇമാമിന്റെ ശിഷ്യൻ പറഞ്ഞു ഒരിക്കൽ പറഞ്ഞു. അതതിന്റെ ഇടയ്ക്കൂടെ അത് കയറ്റി വിട്ടതാ, അത് പാസ്സായി കിട്ടാനായല്ലോ. എന്നിട്ട് പിന്നെ ഷാഫി മതബിൽപ്പെട്ട ഇമാം. അപ്പൊ ആ വക പണിയൊന്നും വേണ്ട. ഹിജ്റ 500 മുമ്പ് കേൾക്കണ്ട ഹിജ്റ 500 മുമ്പ് മുസ്ലിം ലോകത്ത് ആയിരക്കണക്കായ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. ആയിരക്കണക്കായ പണ്ഡിതന്മാർ ജീവിച്ചുപോയി. ഈ ആയിരക്കണക്കായ ഗ്രന്ഥങ്ങളിൽ ഹിജ്റ 500 മുമ്പ് അഥവാ 1, 2, 3, 4 നൂറ്റാണ്ടുകൾ, ഉത്തമ നൂറ്റാണ്ട് 3 ഒന്ന് എക്സ്ട്രാ വക തരാം. ആ 4 നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും, നീ ബിദഅത്തിന് ഹസനായാലും മതി, സുന്നത്ത് വേണമെന്നില്ല, ബിദഅത്തിന് ഹസനായാലും മതി, ആദ്യത്തെ 4 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും ഇല്ല, കാണുക സാധ്യമല്ല. അത് ഇത് പറഞ്ഞിട്ട് ആ മൈക്കുടിക്ക് വിജയിപ്പിക്കാൻ അവസരം വരുന്നതല്ലേ, നമുക്ക് മറക്കാൻ പറ്റില്ല. നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ പറഞ്ഞത് ഞാൻ വേറെ അതൊന്നും ഇതല്ല. ഹിജ്റ 4 നീ ഇപ്പൊ പറഞ്ഞ ഇമാം ഷാഫി ശിഷ്യൻ എന്നത് അതിനെ ഞാൻ പിടിച്ചത് ഈ കോലത്തിലെ ഇബ്നു തൈമിയ്യ വായിച്ചത്. അതുകൊണ്ടാണ് ഹിജ്റ 4 നൂറ്റാണ്ട്, ആദ്യത്തെ 4 നൂറ്റാണ്ട് അതിലുണ്ടെങ്കിൽ പറയും. അപ്പൊ ഏതായിരുന്നാലും ഞാൻ വിഷയം പറയാം. അപ്പൊ ഹിജ്റ 1, 2, 3, 4 നൂറ്റാണ്ടുകൾ. ഈ 4 നൂറ്റാണ്ടുകളിൽ ആയിരക്കണക്കായ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. ഏറ്റവും പ്രഗത്ഭരായ ഇമാമികൾ ജീവിച്ചത് ആ കാലഘട്ടത്തിലാണ്. അന്ന് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ എവിടെയും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഇല്ല, കാണുക സാധ്യമല്ല.